Good morning. Okay, പേരായി 30 പേരായി അല്ലേ? ഓൾമോസ്റ്റ് 35 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു മിനിറ്റ് വെയിറ്റ് ചെയ്തത്. ചെയ്ത കുട്ടികളൊന്ന് ക്ലാസ്സിലേക്ക് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ക്ലാസ്സുകളൊക്കെ ഓക്കെ ഇല്ലേ? എല്ലാവരും ക്ലാസ്സുകളൊക്കെ പറ്റുന്നവരൊക്കെ ലൈവിൽ തന്നെ കയറുന്നില്ല എല്ലാവരും? ഓക്കെ, ക്ലാസ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഇനിയിപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസിന്റെ ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കുകയാണ് അല്ലെ? അതിനകത്ത് ഇതാ നമ്മൾ പറഞ്ഞത് ജോബ് റെസ്പോൺസിബിലിറ്റിയാ പറഞ്ഞത്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം പറയുന്നത്. ഈ പോയിന്റ്സുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബൈ ഹാർട്ട് ഇതൊന്നും പഠിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നാണ്. അങ്ങനെ ആ ഒരു രണ്ട് ഓപ്ഷനെ അതിൽ നിന്ന് വരുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, പോയിന്റ്സ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മലയാളത്തില് നമുക്കൊരാശയം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ എന്തായാലും ഉണ്ടല്ലോ. ഓപ്ഷൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കി അത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ എന്ന് അല്ലെങ്കിൽ അല്ലയോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം കേട്ടോ. ബൈ ഹാർട്ട് ഇത് പഠിക്കേണ്ട, പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് എന്താണ്, make sure that the clinical team provides the highest level of care to the patient by taking care of their safety, comfort and well-being. പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ അവർക്ക് നല്ല സുഖപ്രദമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല കെയർ ഈ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ ക്ലിനിക്കൽ ടീം നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്. അവർക്കുടേതായ രീതിക്ക് അവരുടെ സേഫ്റ്റിക്ക്, സുരക്ഷിതത്തിനും അവരുടെ ക്ഷേമത്തിനും അവരുടെ സുഖത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല കെയർ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേ, എക്സാമിൻസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് that fall outside of the domain of nurse, clinician concerning patient care and management and associate with the other department and care providers. എന്ന് പറഞ്ഞേക്കുന്നേ, അപ്പൊ കൺസേണിങ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ്, ഇപ്പൊ രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നേഴ്സിന്റെയോ അല്ലെങ്കിൽ ക്ലിനിഷ്യന്റെയോ പുറത്തുണ്ടാകുന്ന അവർക്ക് പുറത്തുനിന്നുള്ള ആ എന്തെങ്കിലും പ്രശ്നങ്ങള്, അവർക്ക് മേൽ വന്ന് പതിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അത് എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, പരിശോധിക്കുകയും അതിന് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുകയും ചെയ്യുക. അത് ഡയാലിസിസ് കോർഡിനേറ്ററിന് മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സും കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക. അവരോട് നല്ലൊരു കോണ്ടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം. അവരോട് സഹകരിക്കണം, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, സഹകരിക്കുക എന്നുള്ളത്. രണ്ട് പോയിന്റ്സ് അല്ലേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? യെസ്, ഏതാ അത് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ, ഒന്നുകൂടി പറയാലോ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന സെക്കൻഡ് പോയിന്റില് നമ്മൾ രോഗികളെ പരിചരിക്കുന്ന കാര്യത്തില്
അല്ലെങ്കിൽ അവിടുത്തെ മൊത്തത്തിൽ ഒരു മാനേജ്മെന്റിന്റെ കാര്യത്തില് ഇപ്പൊ അവരിപ്പോ ഇപ്പൊ പേഷ്യന്റിന് വിളിക്കുന്ന കാര്യത്തിലാകാം. അപ്പൊ നമ്മള് ആ നമ്പർ കാര്യങ്ങൾ കൊടുക്കും. ഇപ്പൊ ആർക്കെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഒരു മുൻഗണന കൊടുക്കുവോ, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് സിസ്റ്റം അതൊരു ഓർഡർ എന്തെങ്കിലും വ്യത്യാസം വരുമോ, അല്ലെങ്കിൽ പേഷ്യന്റിനെ കൺസേൺ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ നേഴ്സിന്റെ പുറത്ത് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പുറത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങൾ that fall outside of the domain of the nurse. അപ്പൊ നേഴ്സിന്റെയോ ക്ലിനിഷ്യന്റെയോ പുറത്ത് നിന്നുള്ള ആളുകളിൽ നിന്നൊക്കെ വരുന്ന എന്തെങ്കിലും അവർക്ക് വരുന്ന എതിരായിട്ടുള്ള ഒരു കംപ്ലൈന്റ് അങ്ങനെ വേണ്ടി പറയാം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഡയാലിസിസ് കോർഡിനേറ്റർ അത് എന്താണ് എന്ന് പരിശോധിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യണം. അവിടെ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് പരിശോധിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുകയും വേണം. പിന്നെ പറഞ്ഞേക്കുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും പിന്നെ നമുക്ക് ഇതുപോലെ കെയർ തരുന്ന ആളുകളുണ്ടല്ലോ, കെയർ പ്രൊവൈഡേഴ്സ്, ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കെയർ പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ സഹകരിക്കുകയും ചെയ്യണത്. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ആയിട്ടും ഒരു സഹകരണം, ഈ അസോസിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സഹകരിക്കുക എന്നുള്ള മീനിങ്. അവരൊക്കെ ആയിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോകണം. അതും ആർക്കടെയാണ്, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ മറ്റൊരു ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് നോക്കി, ഗ്യാദർ. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഗ്യാദർ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ശേഖരിക്കുക എന്നുള്ള മീനിങ് ആണ് ഗ്യാദർ. തേർഡ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് ഗ്യാദർ, കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നൊക്കെയുള്ള മീനിങ്. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അങ്ങനെ വിലയിരുത്തുക. അസസ് വിലയിരുത്തുക. ഓക്കെ, അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. സ്ക്രീനിങ് നടത്താന്ന് വെച്ചാൽ എന്താ? ചെക്ക് ചെയ്യുക. അറിയില്ലാത്തവര് ജസ്റ്റ് ആ വേർഡിന്റെ മീനിങ് ഒന്ന് നോട്ട് ചെയ്തിരുന്നു കേട്ടോ. ചെക്ക് ചെയ്യുക. ആൻഡ് റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനോട് പ്രതികരിക്കുക. ഓക്കെ, ഇപ്പൊ 4 കാര്യങ്ങൾ അവിടെ പറയാ. ഗ്യാദർ ചെയ്യുക, അസസ് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക ആൻഡ് റെസ്പോണ്ട് ചെയ്യുക. എന്തിനോടാ നോക്കിയേ? to a wide range of requests for information from patient and other staff who represent different levels of the organization. അതായത് ആ ഒരു ഓർഗനൈസേഷൻ, സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പല തലങ്ങളിൽ നിന്നും റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, പല തലങ്ങളിൽ. ആ ഒരു ഓർഗനൈസേഷന്റെ പല ലെവലുകളിൽ ഉള്ള അതിന് പല ലെവലുകളെ അല്ലെങ്കിൽ ആ പല തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നും അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നും ഒക്കെയുള്ള റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, എന്തെങ്കിലും നമുക്ക് റിക്വസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പൊ അതിനോട് നമ്മൾ എന്താണ് അവർക്കുടെ ഇപ്പൊ എന്തെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇപ്പൊ ഡയാലിസിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ അവർക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലും ഫെസിലിറ്റി അവർക്ക് കുറവുണ്ടെങ്കിൽ അത് വേണം. അപ്പൊ എന്തായാലും അങ്ങനെ ഓരോ ഓർഗനൈസേഷന്റെ പല ലെവലുകളിൽ നിന്നും റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നും പേഷ്യന്റിൽ നിന്നും ഒക്കെയുള്ള റിക്വസ്റ്റുകൾ എന്ത് ചെയ്യുക? ഗ്യാദർ ചെയ്യുക. അത് നമ്മള് എന്താണ് അതെന്നുള്ളത് ശേഖരിക്കുക, എന്നിട്ട് അതിനെ അസസ് ചെയ്യുക, എന്താണ് എന്നുള്ളത് അതിനെ വിലയിരുത്തുക, എന്നിട്ട് അത് ചെക്ക് ചെയ്യുക. സ്ക്രീൻ ചെയ്യാന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക. ആൻഡ് റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനോട് പ്രതികരിക്കുക. അതായത് അവർക്കുടെ റിക്വസ്റ്റ് എന്താണ്, അത് ന്യായമായിട്ടുള്ള കാര്യമാണോ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് എന്ത് ചെയ്യുക? അത് നടപ്പിലാക്കി കൊടുക്കുക. റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനോട് പ്രതികരിക്കുക എന്നുള്ള മീനിങ്. അതായത് റിക്വസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യുക? അത് അവർക്ക് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ,
അതായത് ആ ഒരു ഓർഗനൈസേഷനെ പല തലങ്ങളിൽ നിന്നും ആ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നും വരുന്ന റിക്വസ്റ്റുകൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് റിക്വസ്റ്റുകളൊക്കെ ഗ്യാദർ ചെയ്യുക, അതൊക്കെ ശേഖരിക്കുക, എന്നിട്ട് അതിനെ അസസ് ചെയ്യുക, അതിനെ വിലയിരുത്തുക, എന്നിട്ട് അത് ചെക്ക് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക, എന്നിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. അതെന്താണ്, ആവശ്യന്യായമായ കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ നടപ്പിലാക്കി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഫോർത്ത് പോയിന്റ്, ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസസ്. അപ്പൊ നോക്കിയേ, ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ വികസിപ്പിക്കുക. ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. എന്താ, ഓഫ് ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസ്. ആക്ട് എന്ന് വെച്ചാൽ എന്താ, ഉചിതമായിട്ടുള്ള. അപ്പൊ ഈ കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഓരോ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വല്ല എന്താ അവരുടെ ഈ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് കാര്യങ്ങള് അല്ലെങ്കിൽ അതിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് ഇതൊക്കെ വരുമ്പോൾ ആ ഒരു എന്താ ആ ഒരു കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഇൻക്ലൂഡിംഗ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസസ്, എന്താണ് ആ കമ്മ്യൂണിറ്റി സേവനങ്ങൾ, അതും കൂടി ഉചിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് പ്ലാനുകൾ അത് ഡെവലപ്പ് ചെയ്യുകയും അതിനനുസരിച്ച് അത് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. ഉചിതമായ കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടെ ഡിസ്ചാർജ് പ്ലാനുകൾ വികസിപ്പിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. അതൊരു കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായ ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്. ഇൻഷുറൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇൻഷുറൻസ് കാര്യങ്ങള്. റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. ഇവിടെ നോക്കിയേ, assist with the insurance issues required to get outpatient dialysis services. അപ്പൊ outpatient dialysis service നമുക്ക് ലഭിക്കുന്നതിന് എന്തെങ്കിലും ഇൻഷുറൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ outpatient dialysis സർവീസ് ലഭിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക, അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ഒരു സഹായം കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഏതിൽ കൂടി അത് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. അപ്പൊ അത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് എന്ന് വെച്ചാൽ ആ ഒരു സൗകര്യങ്ങള് നമ്മുടെ എന്തൊക്കെയാണെന്ന് നമ്മൾ ആ ഫെസിലിറ്റികള് ഒക്കെ നമ്മൾ എന്താ പറയാ ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് പരിശോധിപ്പിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്ത് വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ആ സൗകര്യങ്ങള് ഒക്കെ നമ്മൾ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക. അതായത് ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് പേഷ്യൻസിന് ഒക്കെ ആ ഇൻഷുറൻസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതിനെ ഒന്ന് സഹായിക്കുക. അവർക്കിടെ ഇതെല്ലാം എന്താ പറയാ ക്ലിയർ ആക്കി ഒക്കെ കൊടുക്കാം. ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക. അപ്പൊ അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി, ഫുള്ള് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ്, അത്രയും മതി. ശരിക്കണം. അപ്പൊ ആ ഒരു പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേക്ക് നോക്കി.
be in contact with the multidisciplinary healthcare team. കേട്ടിട്ടുണ്ടോ multidisciplinary healthcare team? അതായത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ആണ്. പല ലെവലിൽ നിന്നുള്ള, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ അവര് ഒരുമിച്ച് ചേർന്നിട്ട് പേഷ്യൻസിന്റെ ഒക്കെ നല്ല കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാൻ തയ്യാറാക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മളൊരു സർജറി പറഞ്ഞു, അത് ഒരു ഡോക്ടറിനെ മാത്രം ബേസ് ചെയ്തിട്ട് ആയിരിക്കില്ല അല്ലെ. ഇപ്പൊ നമ്മള് അതിൻ്റെതായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെയും ഒക്കെ ഒരു ഇത് വേണ്ടി വരും, അതില് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുപോലെയാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ഹെൽത്ത് പ്രൊഫഷണൽ ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീൽഡ്, പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ. അവര് ചേർന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, വർക്ക് ടുഗദർ to get a patient to better treatment. പേഷ്യന്റിന് ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ, പല ലെവലിലുള്ള, പല ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രൊഫഷണൽസ് ചേർന്നുള്ള ഒരു സംഭവമാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ, ഒരു കൂട്ടം പ്രൊഫഷണലുകൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ പല ഫീൽഡിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ചേർന്നിട്ട് ആ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. അവരുമായിട്ട് എന്ത് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണമെന്ന് ആവശ്യമാണ്. ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എന്താണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. Purposeful, goal-directed fashion. Work eagerly to maximize the effectiveness of the resource utilization. ഇവിടെ പറഞ്ഞിരുന്നത് നമ്മളൊരു പ്രത്യേകമായ ഒരു ഉദ്ദേശം, അതെന്ന് വെച്ചാൽ എന്താണ്, പേഷ്യന്റിന് നല്ല ട്രീറ്റ്മെന്റ്, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതാണ് അല്ലെ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. പിന്നെ അത് നെക്സ്റ്റ് അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കാണ് ഇഗർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താല്പര്യത്തോടു കൂടി നമ്മൾ വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാ? ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പൊ റിസോഴ്സിന്റെ ആ ഒരു ഉപയോഗം, അതിന്റെ ഫലപ്രാപ്തി മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യുക. അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി, അതിപ്പോ പേഷ്യൻസിനാണെങ്കിൽ നല്ല കെയർ കൊടുക്കുക, അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കുക, നല്ല രീതിയിലേക്ക് ആകുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ എന്താ, അതിന്റെ ഫലപ്രാപ്തി മാക്സിമം ആക്കാൻ വേണ്ടി താല്പര്യത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് transportation of the patient to or from the dialysis facility. അടുത്തത് എന്താ, ഇപ്പൊ ഡയാലിസിസ് ചെയ്യാനായിട്ട് ആ ഒരു ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് അവരെ വീട്ടിലേക്കോ ഒക്കെ നമ്മൾ ആ ഒരു അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന് എന്ത് ചെയ്യുക, അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്ന്. ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്തേക്കും അവിടെ നിന്ന് തിരിച്ച് പേഷ്യൻസിന് റൂമിലേക്കാണെങ്കിൽ റൂമിലേക്കും ഒക്കെ ആ ട്രാൻസ്പോർട്ടേഷൻ, അതിന് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിരീക്ഷിക്കുക. മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻസ്. നിരീക്ഷിക്കുക, നമ്മള് റെക്കോർഡുകള് നമുക്ക് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പുതുക്കുക, അല്ലെങ്കിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുക. റെക്കോർഡുകള് മോണിറ്റർ ചെയ്യുക, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. അടുത്ത പോയിന്റ്, പ്രിപ്പയർ ഫയൽസ്. ഫയലുകൾ പ്രിപ്പയർ ചെയ്യുക, അത് ഒറ്റയാണ് കേട്ടോ. പ്രിപ്പയർസ് ഫയൽസ്, അവിടെ ഇടയ്ക്കുള്ള കോമ അവിടെ ഇല്ല.
പ്രിപ്പേഴ്സ് ഫയൽസ്, ഫയലുകൾ തയ്യാറാക്കുക. റിട്രീവ്സ് എന്ന് വെച്ചാൽ എന്താ? റിട്രൈവ്, വീണ്ടെടുക്കുക, വീണ്ടെടുക്കുക. ഓക്കെ, വീണ്ടെടുക്കുക, വീണ്ടെടുക്കുക. ആൻഡ് കീപ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്, റെക്കോർഡുകളും അവിടെ ഡയാലിസിസ് സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് വരുന്ന റെക്കോർഡുകളും ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ആ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം എന്നാണ്, FILE, ഫയൽ സിസ്റ്റം, ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം എന്നാണ്. അപ്പൊ ആ ഒരു ഫയൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകളൊക്കെ എന്ത് ചെയ്യുക? അത് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അത് വീണ്ടെടുക്കുക. എല്ലാ ആ ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും ഡോക്യുമെന്റുകളും ഒക്കെ അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് അറ്റൻഡ് ഡെയിലി റൗണ്ട്സ്. ഡെയിലി റൗണ്ട്സുകള്, റൗണ്ട്സ് ഓർ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ ഒക്കെ അറ്റൻഡ് ചെയ്യുക, പങ്കെടുക്കുക. റിട്രീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുക്കുക എന്നുള്ളത്. റിട്രീവ്സ്, വീണ്ടെടുക്കുക, റിട്രീവ്സ്, വീണ്ടെടുക്കുക. അപ്പൊ അത് ഫയല് വീണ്ടെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഡെയിലി റൗണ്ട്സുകളിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കണം, അറ്റൻഡ് ചെയ്യണം. റൗണ്ട്സുകളിലാവാം അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കണം. എന്തിനു വേണ്ടിയാ? ടു ഡിസ്കസ് ഷെഡ്യൂൾ, പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്ട് ഓൺ റിമൈൻഡേഴ്സ്. അപ്പോ നമ്മൾ എന്തെങ്കിലും ഷെഡ്യൂളുകൾ, എന്തെങ്കിലും മീറ്റിംഗ് ടു ഡിസ്കസ് ഷെഡ്യൂൾസ്, ഷെഡ്യൂളുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന്, ഓരോ ദിവസത്തെ കാര്യങ്ങള് അവിടുത്തെ ഷെഡ്യൂളുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിന്, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണം. നമ്മൾ മീറ്റിംഗ് ഒക്കെ വേണമല്ലോ, അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സുകളിലൊക്കെ ചെന്നാലാണ് നമുക്ക് എന്താ ഡയാലിസിസ് കോർഡിനേറ്റർ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് അവർക്കുടെ ആവശ്യങ്ങൾ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഫെസിലിറ്റികൾ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ചോദിച്ചൊക്കെ മനസ്സിലാക്കണം. പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്ട്. അപ്പൊ നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളത് റിമൈൻഡേഴ്സ്, എന്തെങ്കിലും നമ്മൾക്ക് അതിന്റെ കണ്ടിന്യൂറ്റിക്ക് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഷെഡ്യൂളുകൾ ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സുകളിലോ എന്ത് ചെയ്യുക? പങ്കെടുക്കുക. ഡയാലിസിസ് കോർഡിനേറ്റർ പങ്കെടുക്കുക. എങ്കിൽ മാത്രമല്ലേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്താ പറയാ, അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് എന്തൊക്കെയാണെന്നുള്ളത് ഒരു സോൾവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ പല കാര്യങ്ങള് ഇതൊക്കെ നമുക്ക് ഒരു നമ്മുടെ ഇംപ്രൂവ്മെന്റ് എഫക്റ്റുകള്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ ഷെഡ്യൂളുകളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി റൗണ്ട്സുകളിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കാറുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ഞാൻ വീണ്ടും പറയുകയാണ്. ഈ പോയിന്റ്സുകൾ 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. ഇനി അഥവാ ഈ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് ഡയാലിസിസ് കോർഡിനേറ്റർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അതിന്റെ വീണ്ടും ഒത്തിരി വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും പറയാനില്ല, പോയിന്റുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു നല്ലൊരു ചാപ്റ്റർ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഡയാലിസിസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇന്നിപ്പോ വേറെ അധികം ഒന്നും എടുത്തില്ല, നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ മാത്രമേ ഇന്ന് നോക്കിയുള്ളൂ, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? ഫുള്ളായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, അല്ലാതെ ഇൻക്ലൂഡ് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാൻ അറിയാലോ, അത്രയും മതി. ഓക്കെ, ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ നിങ്ങളൊന്ന് 1-2 പ്രാവശ്യം വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്.
hospital acquired infection. പേജ് നമ്പർ എത്രയാണ് ഒന്ന് ഷെയർ ചെയ്തിടോ ടെക്സ്റ്റില്. 77, 58. രണ്ടുകൊണ്ട് എന്താ അങ്ങനെ വന്നേ? 58 ആണോ? 58 എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞേക്കണം. 58 ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ചെന്നതിന് ശേഷമൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, അവിടെ നമ്മൾ അഡ്മിറ്റ് ആയി. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ? കീർത്തനയ്ക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്, കൊറോണ വന്നിട്ടുണ്ട്, കോവിഡ് വന്നിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എക്സ്പാൻഡ് HAI. HAI ഷോർട്ട് ചെയ്ത് പറയുന്നതാണ്. ഇതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് HAI എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ. എന്താ അക്വയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമുക്ക് നേടുക, കിട്ടുക, അല്ലെ, ആർജിക്കുക എന്നുള്ള മീനിങ് ആണ് അക്വയർഡ്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരു രോഗമായിട്ട്, ഇൻഫെക്ഷൻ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും രോഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാന്ന് വിചാരിക്കുക. അറ്റ് പ്രസന്റ് നമ്മൾ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അക്വയർഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റിസീവിംഗ് ഹെൽത്ത് കെയർ ദാറ്റ് വാസ് നോട്ട് പ്രസന്റ് during the time of admission. അതായത് ഡിസ്ചാർജ് ആയി അതും പറയുന്നുണ്ട് കേട്ടോ. ഡിസ്ചാർജ് ആയതിനു ശേഷം അതിന്റെ ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഏതിനെയൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് പറയാന്ന് ഡീറ്റെയിൽ താഴെ പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയാത്തത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ആ ഒരു വേർഡ് എന്താ മനസ്സിലാക്കുന്നത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു സെന്റൻസ് നിങ്ങൾ ആ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ടെക്സ്റ്റിൽ തന്നെ ഒറ്റ സെന്റൻസ് ഒന്ന് ഷോർട്ട് ചെയ്ത് നമുക്കൊന്ന് എഴുതാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആർ HAI എന്ന് എഴുതിയാൽ മതി. HAI ആർ ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻസ് INFECTIONS ഇൻഫെക്ഷൻസ് അക്വയർഡ് ACQUIRED acquired during DURING acquired during the process of receiving 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 health care that was not present. പ്രസന്റിൽ അവർക്ക് ആ ഒരു പേഷ്യന്റിന് അസുഖമില്ല. That was not present. ഇൻഫെക്ഷൻ ഇല്ല. That was not present during 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 the time of admission. ഇത് മീനിങ് ഒന്നും ഡെഫിനിഷൻ ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് തന്നൂന്നുള്ളൂ, ഒന്ന് മനസ്സിലാക്കാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻ അക്വയർഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റിസീവിംഗ് ഹെൽത്ത് കെയർ ദാറ്റ് വാസ് നോട്ട് പ്രസന്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ ആകുന്ന സമയത്ത് എന്തില്ല? ആ ഇൻഫെക്ഷൻ ഇല്ല. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്നും നമുക്ക് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്.
Hospital acquired infection is also known as nosocomial infection. Underline ചെയ്തിട്ടോ സെന്റൻസ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. Hospital acquired infection is also known as nosocomial infection. Hospital acquired infection എന്ന് പറയാം, അല്ലെങ്കിൽ nosocomial infection എന്നും പറയാം. ഓക്കെ, രണ്ടും സെയിം ആണ് കേട്ടോ. Hospital acquired infection is also known as nosocomial infection. ഇനി നോക്കിയേ, the word nosocomial is derived from the Latin word nosocomion. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. The word the word nosocomial is derived from the Latin word. ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡ്. നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡ് ഏതാ? നോസോകോമിയോൺ. അപ്പൊ നോസോകോമിയോൺ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന വേർഡ് derive ചെയ്തേക്കുന്നത്. The word nosocomial is derived from the Latin word dash. ഏതാണ് ലാറ്റിൻ വേർഡ്? ഏതാണ്? നോസോകോമിയോൺ. അല്ലെ ചോദിക്കാം, നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? ഏത് വേർഡ്? ലാറ്റിനാണ്. ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഓക്കെ, derived from the Latin word nosocomion. ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കി, which means hospital. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ആ നമ്മൾ പറഞ്ഞ രണ്ട് സെന്റൻസിൽ നിന്നും 2-3 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നോസോകോമിയോൺ? നോസോകോമിയോൺ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഹോസ്പിറ്റൽ. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് നോസോകോമിയോൺ? നോസോകോമിയോൺ എന്താ? ഹോസ്പിറ്റൽ. ക്ലിയർ അല്ലേ അത്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡ് ഏതാ? നോസോകോമിയോൺ. നോസോകോമിയൽ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? നോസോകോമിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഹോസ്പിറ്റൽ. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ, രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തേട്ടാ. ഇനി നോക്കിയേ നമുക്ക്, hospital acquired infection is infection that is acquired in a hospital. കണ്ടോ, എവിടെ നിന്ന് അക്യൂർ ചെയ്യുന്ന? ഹോസ്പിറ്റലിൽ നിന്നോ or other health care facility. മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി, നമുക്ക് ഹെൽത്ത് കെയർ തരുന്ന ആ സൗകര്യങ്ങളുള്ളിടത്ത് നിന്നോ നമുക്ക് ആകാം. Or other healthcare facility. It is also called healthcare associated infection. അപ്പൊ ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്യൂർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ നമുക്ക് അക്യൂർ ചെയ്യാം. അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും അക്യൂർ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഏത്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ നോക്കിയേ, 3 വേർഡ് നമുക്ക് കിട്ടി. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അതിന് പറയുന്ന മറ്റു പേരുകളാണ് കേട്ടോ. Nosocomial infection is also known as hospital acquired infection and it is also known as healthcare associated infection. എന്തുകൊണ്ടാണ് healthcare associated infection എന്ന് പറയാൻ കാര്യം? അത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് അക്യൂർ ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റലിൽ ഓർ അത് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും അക്യൂർ ചെയ്യാം. അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. Okay, such an infection may be acquired in hospital. ഇത് ചോദിക്കാം കേട്ടോ, ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇനി ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ നമുക്ക് എവിടെ നിന്നൊക്കെ അക്യൂർ ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്നാവാം. ഹോസ്പിറ്റൽസ് അക്യൂർഡ് ഇൻ ഹോസ്പിറ്റൽസ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എന്ന് വെച്ചാൽ പുനരധിവാസ കേന്ദ്രങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. നഴ്സിംഗ് ഹോം, നഴ്സിംഗ് ഹോമിൽ നിന്ന് അക്യൂർ ചെയ്യാം. ഔട്ട്പേഷ്യന്റ് ക്ലിനിക്, ഈ ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നും കിട്ടാം. അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറീസ് ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാപരമായിട്ട് നമുക്ക് ചികിത്സ തരുന്ന ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നോ ഒക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ
നമുക്ക് അക്വയർ ചെയ്യാം. അതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടോ. എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാം അതും ഒരു തൊട്ട് മുന്നല്ല, അതിന്റെ മുന്നത്തെ ബാച്ചിൽ ചോദിച്ചിട്ടുണ്ട്. സെയിം സെന്റൻസ് തന്നെയായിട്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ മേ ബി അക്വയർഡ് ഇൻ ഡാഷ്. എന്നിട്ട് ഓപ്ഷൻ എയില് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബിയില് നഴ്സിംഗ് ഹോം, ഓപ്ഷൻ സിയില് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോവ് എന്നായിരുന്നു. അപ്പൊ ഏതൊക്കെ എവിടെ നിന്ന് അക്വയർ ചെയ്യാം അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഹോസ്പിറ്റലിൽ നിന്നാവാം, റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നാവാം, നഴ്സിംഗ് ഹോമിൽ നിന്നാവാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ നിന്നാവാം, ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടുത്തെ എല്ലാം അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് നമുക്ക് പറയാം. Then, infection is spread to the affected patient in the clinical settings by many means. ഇനി ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, അതായത് അഫക്ട് ചെയ്ത ഇൻഫെക്ഷൻ ഓൾറെഡി ഉള്ള ആളുകളിൽ നിന്നാണല്ലോ നമുക്ക് വരുന്നത്. അപ്പൊ ഈ അഫക്റ്റഡ് പേഷ്യന്റിൽ നിന്ന് നമുക്ക് നമുക്ക് എങ്ങനെ അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്, പല മാർഗത്തിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. Infection is spread to the affected patient in the clinical settings by many means. നമുക്ക് ആ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിംഗ്സിലേക്ക് നമുക്ക് പല വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പല രീതിയിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഇനി ആ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഇല്ലേ, ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, അവരിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അവരും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു കാരണമാണെന്നാ പറഞ്ഞേക്കുന്നത്. അവര് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും എങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം? ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്. കണ്ടോ, കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളിൽ നിന്ന് നമ്മള് എന്താ പറയാ, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പേഷ്യന്റിന് നോക്കുവാണെങ്കിൽ ആ എക്യുപ്മെന്റ്സിൽ കൂടെ എന്ത് ചെയ്യുക, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ. ഓർ നെക്സ്റ്റ് അടുത്ത് നോക്കിയ ബെഡ് ലിനൻ. ബെഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെഡ് ലിനൻ ബെഡ് കവറുകളൊക്കെ, ബെഡ്ഷീറ്റുകളൊക്കെ ഇല്ലേ, തലയണകള്, ബെഡ്ഷീറ്റുകള്, അതിൽ കൂടെയൊക്കെ ഇതെന്ന് വെച്ചാൽ തുണികള്, ബെഡ്ഷീറ്റുകള്, പില്ലോ, തലയണകള്, അതിൽ കൂടെയൊക്കെ വരാം. ഓർ എയർ ഡ്രോപ്സ്. എയർ എന്നാണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്യാം. എയർ ഡ്രോപ്സ് അല്ലെങ്കിൽ നമുക്ക് വായുവിൽ കൂടി ആണെങ്കിലും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഏതൊക്കെ രീതിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം? ഏതൊക്കെ രീതിയിൽ വരാം? ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി, ബെഡ് ലിനൻസ്, തലയണകള്, ബെഡ്ഷീറ്റുകളൊക്കെ വഴി, അല്ലെങ്കിൽ എയർ ഡ്രോപ്സ്, വായു തുള്ളികളിലൂടെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഏതൊക്കെയാ? ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, ബെഡ് ലിനൻസ് ഓർ എയർ ഡ്രോപ്സ്. It can also originate from the outside environment, other infected patients, staff who are infected, or in some cases, the source of the infection cannot be ascertained. Ascertained എന്ന് വെച്ചാൽ തിട്ടപ്പെടുത്തുക. Ascertained, തിട്ടപ്പെടുത്തുക. It can also originate from outside environment. നമുക്ക് environment, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നാവാം, നമ്മുടെ ചുറ്റുപാട്, ഹോസ്പിറ്റൽ അന്തരീക്ഷം, ആ ഒരു ചുറ്റുപാടിൽ നിന്നാകാം. ഓർ അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുള്ള പേഷ്യന്റിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. നോക്കിയേ, ഈ സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഇനി ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്ന് വരാം. സ്റ്റാഫിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ട്, അപ്പൊ അവര് വന്ന പേഷ്യന്റ് നോക്കുമ്പോൾ ആ സ്റ്റാഫിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ എയർ ഡ്രോപ്സിൽ കൂടെ വേണമെങ്കിൽ വരാം, അല്ലെ, വായുത്തുള്ളികളിലൂടെ വരാം, സ്റ്റാഫുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഓർ സം കേസസ്, ചില കേസുകളിൽ ഈ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ വന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എവിടെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പല രീതികളിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പുറമെയുള്ള അന്തരീക്ഷത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്നാവാം. എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാണ്, എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ കിട്ടിയത് അല്ലെങ്കിൽ വന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇൻ സർട്ടൻ കേസസ് അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.
പല രീതിയിലും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം എന്നുള്ളത്. ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഓർ ചില കേസുകളിൽ നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താനും പറ്റില്ല. In certain cases, the microorganism emerges from the patient's own skin, becoming opportunistic after surgery. Opportunities എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം. അപ്പൊ നമുക്ക് ചില കേസുകളിൽ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് എമർജ് ഫ്രം പേഷ്യന്റ് ഓൺ സ്കിൻ. പേഷ്യന്റിന്റെ സ്കിന്നിൽ സ്വന്തമായിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസം പ്രത്യക്ഷപ്പെടാം, സൂക്ഷ്മജീവികൾ വരാം. എങ്ങനെ, ഏതൊരു അവസരത്തിലാ? നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് അങ്ങനെ വരാം, എക്യുപ്മെന്റ്സിൽ കൂടെ വരാം. ഇനി പിന്നെ പറഞ്ഞേക്കുന്നത് നമുക്ക് ആ ചില സർജറിയുടെ ഒരു അവസരത്തില്, സർജറി ചെയ്യുന്ന ഒരു അവസരത്തില് പേഷ്യന്റിന് സ്കിന്നില് സ്വമേധയായും നമുക്ക് അവിടെ ഇൻഫെക്ഷൻ സംഭവിക്കാം. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ, ഇപ്പൊ എന്താ പറയാ, നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ ആയില്ലെങ്കിലും ആ ഒരു സർജറിയിലൂടെയും നമുക്ക് എന്ത് വരാം, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ആ മൈക്രോ ഓർഗാനിസംസ് പേഷ്യന്റിന്റെ സ്കിന്നിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. The microorganism emerged from the patient's own skin, പേഷ്യന്റിന്റെ സ്കിന്നിൽ, becoming opportunities after surgery. സർജറിക്ക് ശേഷം നമുക്ക് അങ്ങനെ ഒരു പേഷ്യന്റിന്റെ സ്കിന്നിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. Then, nosocomial infection shows a tendency to lack proof that it was present when the patient going into the healthcare setting. This means it was occurred post-admission. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്. അതായത് നമുക്ക് തെളിവില്ല എന്തിനാ? that it was present. അതായത് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാൻ നമുക്കൊരു തെളിവില്ല, അല്ലേ? അവിടെ നമുക്ക് അങ്ങനെ ഒരു തെളിവില്ല. ഷോസ് the tendency to lack proof that it was present. അവർക്ക് പ്രസന്റില് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാൻ നമുക്കൊരു പ്രൂഫും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്താ പറയുന്നത്? It was present when the patient got into the healthcare setting. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന്, ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടുന്നതാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവര് വരുമ്പോ നമുക്ക് പറയാം അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ ഒരു തെളിവാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ? ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്തതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് മീനിങ്. ഇതിന്റെ മീനിങ് എന്താ? ഇറ്റ് വാസ് അക്യൂർഡ് പോസ്റ്റ് അഡ്മിഷൻ. അവിടെ അഡ്മിഷന് ശേഷം, അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയാം. അത് നമുക്ക് മീൻ ചെയ്യാം. എന്തുകൊണ്ട്? അവര് വരുമ്പോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല്ലോ, അതിന് നമുക്കൊരു തെളിവുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ പോസ്റ്റ് അഡ്മിഷന് ശേഷം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാനേ നിവർത്തിയുള്ളൂ. ഓക്കെ, നമ്മള് പിള്ളേര് സ്കൂളിൽ പോയിട്ട് പറയൂലേ, വീട്ടിൽ നിന്ന് പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, സ്കൂളിൽ വിട്ട് വന്നതേ പനി ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയില്ലേ ഇത് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാ, പക്ഷെ വീട്ടിൽ നിന്ന് പോയപ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, സ്കൂളിൽ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയതാന്നൊക്കെ പറയൂലേ. അതുപോലെ അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു ഇൻഫെക്ഷനും ഇല്ല, അതിനൊരു തെളിവില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷൻ എവിടെ നിന്ന് വന്നെന്ന് നമുക്ക് പറയാൻ പറ്റും? ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്, അല്ലെ? അക്യൂർഡ് പോസ്റ്റ് അഡ്മിഷൻ, അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് അവിടെ ഇൻഫെക്ഷൻ കിട്ടിയത് എന്ന് നമുക്ക് മീൻ ചെയ്യാം. അത്രയാണ് ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്തില്ലേ നിങ്ങള്? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ഏതാണ്? ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ. അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ മീനിങ് ഹോസ്പിറ്റൽ. അത് ഫുൾ അണ്ടർലൈൻ ചെയ്യുക ആ സെന്റൻസ്. ഇത് നമ്മൾ പറഞ്ഞു ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടാം. അതുകൊണ്ട് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയും.
ഇനി ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത് എവിടെയാ? ഹോസ്പിറ്റലിൽ നിന്നാവാം, റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നാവാം, നഴ്സിംഗ് ഹോമുകളിൽ നിന്നാവാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്നോ, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നൊക്കെ ഇത് അക്വയർ ചെയ്യും. അപ്പൊ എവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പല രീതികളും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെ രീതിയിലാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഏതൊക്കെ രീതിയിൽ സ്റ്റാഫിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് വഴി, അല്ലെങ്കിൽ തലയണകൾ, ബെഡ്ഷീറ്റുകൾ വഴി, അല്ലെങ്കിൽ എയർ ഡ്രോപ്പിൽ നിന്നും ഈ ഇൻഫെക്ഷൻ സ്റ്റാഫിൽ നിന്നും സ്പ്രെഡ് ചെയ്യാം. പിന്നെ പറഞ്ഞേക്കുന്നത് നമുക്ക് ഇൻഫെക്ഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ പുറമെയുള്ള ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്നാവാം, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ സോഴ്സ് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇനി പറഞ്ഞേക്കുന്നത് ചില സമയത്ത് പേഷ്യന്റിന്റെ സ്കിന്നിൽ നമുക്ക് ഇങ്ങനെ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം. എപ്പോഴാ? ആ സർജറിയുടെ സമയത്ത്, ആ സർജറി ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യന്റിന്റെ ബോഡിയിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാം എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അക്വേർഡ് പോസ്റ്റ് അഡ്മിഷന് ശേഷം കിട്ടിയതെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു പേഷ്യന്റ് ചെല്ലുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരു തെളിവില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്തതാണെന്ന് പറയാം. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കി വാട്ട് ആർ ദ സിംറ്റംസ്. എന്തൊക്കെയാണ് ഇവിടെ സിംറ്റംസ്? അത് നോക്കി വെക്കണം കേട്ടോ. അതൊന്ന് ടിക്കിട്ട് വെച്ചോ. സിംറ്റംസ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നമുക്ക് അത് പറയാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് എങ്ങനെയൊക്കെ പറയാം എന്നുള്ളതാ പറഞ്ഞേക്കുന്നത്. നോക്കി, എറൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആവിർഭവിക്കുക. എങ്ങനെ നമുക്ക് HAI ഉണ്ടാവും. അത് HAI കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അതാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡഡ് ഫോമും ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. എക്സ്പാൻഡ് HAI എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ നോക്കി, അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഇതൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം, ആഫ്റ്റർ അഡ്മിറ്റ് ആയതിനു ശേഷം എത്ര മണിക്കൂർ? 48 മണിക്കൂർ ഉണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയതിനു ശേഷമുള്ള 48 മണിക്കൂർ വരെ നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ വരുന്ന ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ വരുന്ന ഇൻഫെക്ഷൻ. അടുത്തത് അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഇവിടെ ഒരു കുട്ടി പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി, വീട്ടിലേക്ക് പോയി. അപ്പൊ അപ് ടു 3 days, അപ്പൊ ആ ഒരു 3 ദിവസം പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയി, നാളെ മറ്റന്നാൾ അതിന്റെ പിറ്റേ ദിവസം, അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് അത് എന്തെന്ന് പറയാം? അത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയല്ലേ ഉള്ളൂ. അപ്പൊ 3 ദിവസം ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസത്തിന് ശേഷം നമ്മൾ ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകള് 3 ദിവസം വരെ. ഓക്കെ, ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസം വരെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും നമുക്ക് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഇനി in a healthcare facility when someone was admitted for reason except for the infection. Except എന്ന് വെച്ചാൽ ഒഴികെ, അതായത് നമ്മള് ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണത്താൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ ഇൻഫെക്ഷൻ വരുവാണെങ്കിലും അതിനെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇൻഫെക്ഷൻ ഒഴികെയുള്ള, അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണത്താൽ ഒരു പേഷ്യന്റിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. അങ്ങനെ പക്ഷെ അതിനുശേഷം ഒക്കെ ഇൻഫെക്ഷൻ വരികയാണെങ്കിലും അതിനെ നമുക്ക് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. 3 പോസിബിലിറ്റി ആണ് പറയുന്നത് കേട്ടോ. അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ വരുന്ന ഇൻഫെക്ഷൻ.
ഇനി ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഇനി ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണത്താൽ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്, അങ്ങനത്തെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ നമുക്ക് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAIs. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ? ഇതും നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതും ചോദിക്കാറുണ്ട്. പലതരത്തിലുള്ള ഹോസ്പിറ്റൽ, അതായത് പലതരത്തിലുള്ള ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTIs എന്ന് പറയും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താ? മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധ. യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന ബാധ, യൂറിനറി സിസ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന അണുബാധ. ഓക്കെ, ഇൻഫെക്ഷൻ ഓഫ് യൂറിനറി സിസ്റ്റം. ഇൻഫെക്ഷൻ വരാറില്ലേ? യൂറിനറി ഇൻഫെക്ഷൻ വരാറില്ലേ നിങ്ങൾക്ക്? വരാറില്ലേ? അത് നമുക്കൊരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയും. പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഓക്കെ, ഇനി അടുത്ത നോക്കി, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതും ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഓഫ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ, അങ്ങനെ പറഞ്ഞാൽ മതി. സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കുഞ്ഞിതായിട്ട്. ആൻഡ് ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് ഇൻഫെക്ഷൻ of the digestive tract. The infection of the digestive tract, TRACT. ഇതെങ്ങനെ നാളത്തിലൊക്കെ ഉണ്ടാകുന്നത്? particularly the stomach and intestine. സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും കുടലുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻ. ഓക്കെ, ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, particularly the stomach and intestine. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ, അത്രയെങ്കിലും നോട്ട് ചെയ്യാം കേട്ടോ. സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഇനി അടുത്താണ് മെനിഞ്ചൈറ്റിസ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ, മെനിഞ്ചൈറ്റിസ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ മെനിഞ്ചസ്, അതിനുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ബ്രെയിനും സ്പൈനൽ കോഡിനും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ, അത് മെനിഞ്ചൈറ്റിസ് എന്നാ പറയുന്നത്. മെനിഞ്ചസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ മതി. Infection of the protective membrane covering the brain and the spinal cord. അങ്ങനെ എഴുതിയാൽ മതി. Infection of the protective membrane covering the brain and the spinal cord. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ലെയർ, അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതിനുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. അടുത്തതാണ് ന്യൂമോണിയ. ന്യൂമോണിയ അറിയാലോ, ലങ്സിന് വരുന്ന ഇൻഫെക്ഷൻ ഓഫ് ദ ലങ്സ്. ലങ്സിന് വരുന്ന ഇൻഫെക്ഷൻ. നമ്മുടെ നെഞ്ചിലൊക്കെ നമുക്ക് ഈ കഫമൊക്കെ അല്ലെ, ഫ്ലൂയിഡ് ഒക്കെ
കെട്ടിക്കിടന്നിട്ടോ ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ലങ്സിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ന്യൂമോണിയ. ഏതാ പറയണ്ടേ? മെനിഞ്ചൈറ്റിസ് ആണോ? മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ഓഫ് ദ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, ഇൻഫെക്ഷൻ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻസ്, infection of the protective membrane covering the brain and spinal cord. Brain and spinal cord. Okay. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ലെയർ മെനിഞ്ചസ്, അതിനുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ മെനിഞ്ചൈറ്റിസ്. ഓക്കെ. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ വരുന്നതാണ്. ഇതുകൂടാതെ സ്കിന്നിനും ഒരു വരുന്ന സ്കിൻ ഇൻഫെക്ഷനും നമുക്ക് എന്തെന്ന് പറയാം, ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് പറയാട്ടോ. സ്കിൻ ഇൻഫെക്ഷനും കൂടി അതിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചു, സ്കിൻ ഇൻഫെക്ഷൻ. ഇതെല്ലാം ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. അപ്പൊ ചോദിക്കാം, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഒന്നുകൂടി പറയാമോ? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ an infection of the digestive tract, ദഹനനാളം, infection of the digestive tract, TRACT, particularly PARTICULARY, particularly PARTICULARY, particularly the stomach and intestine. Stomach, STOMACH, and intestine, INTESTINES, intestines. സ്റ്റൊമക്കിനും പ്രത്യേകിച്ച് സ്റ്റൊമക്കിനും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ, അത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ അറിയാലോ വയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ, അത്രയും മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നോട്ട് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അറിയാം, യൂറിനറി ട്രാക്ടിന് വരുന്ന യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ലെയർ, അത് മെനിഞ്ചസ് എന്ന് പറയുന്ന ആ ലെയറിന്റെ പേര് മെനിഞ്ചസ്. അതിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഇനി അടുത്തത് ഓരോ കൂടി ഞാൻ പറഞ്ഞു, സ്കിൻ ഇൻഫെക്ഷനും ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ വരാം. സ്കിൻ ഇൻഫെക്ഷൻ. ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, ഇനി അതിന്റെ സിംറ്റംസ്. ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന് സിംറ്റംസ് എന്തൊക്കെയാണ്? ഓക്കെ. ഫസ്റ്റ് വൺ, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ഡിസ്ചാർജ് അതായത് വൂണ്ട് എന്ന് വെച്ചാൽ എന്താ, മുറിവ്. മുറിവിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഈ പുറത്തേക്ക് വരിക, ഇങ്ങനെ പഴുപ്പൊക്കെ വരൂലേ, അങ്ങനെ എന്തെങ്കിലും. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, വൂണ്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ, മുറിവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പഴുപ്പ് എന്നൊക്കെ പറയാം നമുക്ക്. പഴുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ കൈയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ അത് ഞെക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പഴുപ്പൊക്കെ വരൂല്ലേ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ഫീവർ, നമുക്ക് പനി വരാം. കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. കഫ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ചുമ വരാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടല്. നമുക്ക് ശ്വാസം മുട്ടല് തോന്നാം, ചുമ വരാം, ശ്വാസം മുട്ടലൊക്കെ വരാം. അടുത്തത്, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. ബേണിംഗ് വിത്ത് യൂറിനേഷൻ, നമ്മൾ യൂറിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് പുകച്ചിൽ വരാം. അതൊക്കെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ട് അല്ലെ, ഒരു പ്രാവശ്യമെങ്കിലും വരാത്തവര് വളരെ അപൂർവമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പൊ നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ യൂറിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പുകച്ചിൽ വരാം. ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരാം അല്ലെ. മൂത്രത്തിൽ പഴുപ്പൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം
യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവർക്ക് അറിയാം, പുകച്ചിലും ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും, യൂറിൻ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരാം. അടുത്തത് ഹെഡ് ഏക്ക്, തലവേദന വരാം. നെക്സ്റ്റ് നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഓക്കാനം, വൊമിറ്റിങ്, നമുക്ക് ഛർദ്ദിക്കാൻ വരാം. ഡയറിയ, ഡയറിയ എന്താ? വയറിളക്കം. ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ഓക്കെ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, burning with the urination or difficulty in urination, headache, nausea, vomiting, diarrhea. അതിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കി. നമ്മൾ പറഞ്ഞത് ഏതൊക്കെ എന്തിനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാം. അതാണ് ഫസ്റ്റത്തേത് പറഞ്ഞത്. പിന്നെ അടുത്ത് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ സിംറ്റംസ് ക്ലിയർ ആണോ എന്ന് നോക്കി. ഓക്കെ അല്ലേ? ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ നിങ്ങളെ. നെക്സ്റ്റ് മാം ലീവാണ്, സുഖമില്ലാത്തത് കൊണ്ട്. അപ്പൊ അടുത്ത ക്ലാസ് ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തെടുക്കുകയാണ്. ഒരു പേജ് കൂടി. സഫോക്കേഷൻ എന്ന് വെച്ചാൽ ശ്വാസം മുട്ടല്. ചുമയൊക്കെ വന്നു കഴിയുമ്പോ നമുക്ക് ശ്വാസം മുട്ട് പോലെയൊക്കെ തോന്നാലോ. ചുമ വരാം, ശ്വാസം മുട്ടല് വരാം. ഓക്കെ, അപ്പോ അടുത്ത മിസ് ലീവാണ്. ഞാൻ കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഒരു 2 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. പെട്ടെന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വാട്ടോ. ഒരു കുറച്ച് സമയം കൂടി നമുക്കൊന്ന് കണ്ടിന്യൂ, ഫുൾ എടുക്കുന്നില്ല, കുറച്ച് അടുത്തൊരു പേജും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് കഴിയാം. ഒരു അരമണിക്കൂർ മാക്സിമം. 11:30 ആയുള്ളൂ, 12 മണി വരെ എടുക്കാം. ഓക്കെ, പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് എടുത്തോ കേട്ടോ. ഇത്തിരി വെള്ളം കുടിച്ചു. ബ്രേക്ക് എടുക്കാൻ പോയവരൊക്കെ എത്തിയോ? ഓക്കെ, ക്ലാസ് നമുക്ക് ഒരു അരമണിക്കൂർ കൂടി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാം കേട്ടോ. നമുക്കിവിടെ ഉള്ള ക്ലാസ്സിൽ നിങ്ങളോട് അത് സംസാരിക്കാനുള്ള ടൈം ഒന്നും കിട്ടില്ലല്ലോ. ഇതിപ്പോ എക്സ്ട്രാ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. ഒരു അരമണിക്കൂർ കൂടി ക്ലാസ് എടുത്ത് നമുക്ക് കുറച്ച് വിശേഷമൊക്കെ ഒന്ന് ഞാൻ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഉച്ചയിലെ ക്ലാസ് ഉള്ളൂ. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആർക്കും? എന്തായാലും അരമണിക്കൂർ നമുക്ക് നേരത്തെ ക്ലാസ് കഴിയുമല്ലോ. യെസ്, കുഴപ്പമില്ല. നിങ്ങൾ എന്റെ മുഖമാണല്ലേ കൂടുതൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണേ. നോ പ്രോബ്ലം, നോ മിസ്, നോ മാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഇങ്ങനെയുള്ള റെസ്പോണ്ട് കാണുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷം കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇനി കുറച്ചും കൂടി ഉള്ളൂ നമ്മുടെ ടോപ്പിക്കുകളൊക്കെ. ഞാനുള്ള കൂടുതൽ സമയം നിങ്ങൾക്ക് ക്ലാസ്സിൽ ആഴ്ചയിൽ 3 ക്ലാസ് നമുക്ക് കിട്ടണ്ടല്ലോ. അതുകൊണ്ട് ഒരുവിധം പോർഷൻസ് ഒക്കെ നമ്മുടെ തീരും. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പോർഷൻസ് എടുക്കാനുള്ളതിനനുസരിച്ച് ബാക്കിത്തെ നമുക്കത് എടുക്കാം. ഇഷ്ടമാണെന്ന് ആരാണ്? അമ്മുവാണോ? താങ്ക് യു. ഇഷ്ടമാണെന്നൊക്കെ പറയണ്ടേ, കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ.
നമ്മള് ഇനിയിപ്പോ ഇന്നിപ്പോ ഒരു എക്സ്ട്രാ കിട്ടിയപ്പോ ഒരു 5 മിനിറ്റ് നിങ്ങളോട് ചെലവഴിക്കാൻ എനിക്ക് താല്പര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ആരെയും എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ. നമുക്ക് ഈ ക്ലാസ് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ പിന്നെ ഇത് റെക്കോർഡ് കാണുന്നു. നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടോ? ശരി, മിസ്സിന്റെ ക്ലാസ് നമുക്ക് നിങ്ങൾക്ക് പുതിയ മിസ് വന്നായിരുന്നല്ലോ. ഈ പറഞ്ഞ പോലെ കുറച്ച് ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരാട്ടോ. നമ്മുടെ പുതിയ PG ക്ലാസ്സുകൾ ഒക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറച്ച് എക്സ്ട്രാ ബാച്ചുകളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോ ഈ ടൈം ടേബിളിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരാം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഷെറീന മാമിന് പകരം ഇപ്പൊ പുതിയൊരു ടീച്ചർ കയറിയായിരുന്നല്ലോ. ഇനിയിപ്പോ അതിൽ ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. വേറെ ആരെങ്കിലും കൂടി ചിലപ്പോ കയറാം. ടൈം ടേബിൾ മൊത്തം ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ക്ലാസ്സുകൾ കൂടുന്നതിനനുസരിച്ച് ഒരു ചെറിയൊരു ചേഞ്ച് വരാം. അതായത് ഞാനുണ്ടാവും, നിങ്ങൾക്ക് എന്റെ ഫിക്സ്ഡ് ആണ്, അതിന് വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ബാക്കി ഏതെങ്കിലും ടീച്ചർ എക്സ്ട്രാ ഒക്കെ ചിലപ്പോ കയറാം കേട്ടോ. അതാണ് നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാ. നമ്മളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ട്, ഓരോ പേപ്പറുകളുടെ എക്സാം ഉണ്ടല്ലോ. ഓരോ പേപ്പർ വൈസ് ആകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ആ ഷീറ്റ് 4 വിട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ലാസ്റ്റ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കാ. ഇനി നമുക്ക് എന്താ പറയാ എന്താ ഈ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കൂടി കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട്. അപ്പൊ ചാപ്റ്ററുകൾ കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. നമ്മൾ സംഭവം എന്താണെന്ന് നമ്മൾ മനസ്സിലുണ്ടാവണം. പിന്നെ ആൻസർ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് നോക്കി നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിക്ക് പഠിക്കാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പോയിന്റ്സുകളൊക്കെ ആവുമ്പേ നമ്മൾ ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. എന്തായാലും കുറച്ച് സമയം കൂടി എടുത്തിട്ട് നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഏതിനൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്കിൻ ഇൻഫെക്ഷനും കൂടി ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ നമുക്ക് ചേർക്കാം. അത് ഇതിനകത്ത് തന്നിട്ടില്ല, എക്സ്ട്രാ തന്നതാണ്, നാട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതിന്റെ സിംറ്റംസ്. ഇനി നോക്കി, നല്ല പടമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കളർഫുൾ പേജ് ആണ്. പെട്ടെന്ന് നോക്കാം നമുക്ക്. എക്സാമിന് 1 വേർഡ് മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. കറക്റ്റ് ആൻസർ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങളിപ്പോ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ക്ലാസ് ഒക്കെ വേഗം തീരുവാണെങ്കിൽ നമുക്കത് കൂടി ഞാനൊക്കെ റിവൈസ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് ഓരോ ചാപ്റ്റർ വൈസോ ഒക്കെ നമുക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുവാണെങ്കിൽ ചെയ്തു തരാം കേട്ടോ. കുഴപ്പമില്ല, എക്സാമിന് മുന്നായിട്ട്. ഓക്കെ, ഇല്ലല്ല, ബ്രീഫ് നോട്ട് എന്ന് പറഞ്ഞ എക്സ്ട്രാ തരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തരുന്നുള്ളൂ. മീനിങ്ങോ ഡെഫിനേഷനോ അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല എക്സാമിൽ. നമ്മുടെ പ്രിന്റഡ് നോട്ടാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ടെക്സ്റ്റ് ഇല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് ആണ് നിങ്ങൾ ബേസ്. ആ ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, അത്രേ ഉള്ളൂ. ടെക്സ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, പുറമേന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കിയേ. People who experience new symptoms in the course, they say, may also experience pain and irritation at the infection site. Many will experience noticeable symptoms. ഇവിടെ പറഞ്ഞേക്ക് നോക്കിയേ, നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേഷ്യൻസിന് പല പല സിംറ്റംസുകൾ വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് ചിലർക്ക് ഇപ്പൊ എനിക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വരുമ്പോ എനിക്കിപ്പോ ഒരു ചുമയും ഒക്കെയാണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന റീത്തയ്ക്ക് അതായിരിക്കണമെന്നില്ല. റീത്തയ്ക്ക് വേണമെങ്കിൽ വേറെ സിംറ്റംസ് ആയിരിക്കും. അതങ്ങനെയല്ലേ, ചില മെഡിസിൻസ് ആണെങ്കിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് വരാം. പക്ഷെ ആ സെയിം ടാബ്ലറ്റ് വേറെ ആൾക്ക് കഴിക്കുമ്പോൾ അതേ സിംറ്റംസ് ആവണമെന്നില്ല. അപ്പൊ പല പല നമുക്ക് ലക്ഷണങ്ങള് കാണാം ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്.
people who experience no symptoms. പുതിയ പുതിയ സിംറ്റംസുകളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ സൈറ്റില് എന്താ പെയിൻ, വേദനയും ചിലപ്പോ ഇറിറ്റേഷൻ വരെ ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അനുഭവപ്പെടാന്ന പറഞ്ഞേക്കുന്നത്. Then many will experience noticeable symptoms. പല ആളുകളും പലർക്കും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങള് പല ലക്ഷണങ്ങളായിരിക്കും. അതില് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പലർക്കും പ്രകടമായിട്ടുള്ള പലതും പല രീതിയിലും നമുക്ക് അനുഭവപ്പെടാം. ചിലപ്പോ പെയിൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പൊ തലവേദന, അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, പനി അല്ലെങ്കിൽ ചുമ, അങ്ങനെയുള്ള പല സിംറ്റംസും അവിടെ അനുഭവപ്പെടാന്ന് പറഞ്ഞേക്കുന്നത്. കോഴ്സ് സമയത്ത് നമുക്ക് പുതിയ സിംറ്റംസ് ഒക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക് എന്താ ആ ഇൻഫെക്ഷൻ സൈറ്റില് അനുപാതിയുള്ള ആ സൈറ്റില് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ അനുഭവപ്പെടാം. നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ അറിയാം, വേദന ഉണ്ടാവും, യൂറിന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് അവിടെ വേദന ഉണ്ടാകും, ഇറിറ്റേഷൻ, ചെറിയൊരു ബുദ്ധിമുട്ട്, ചൊറിച്ചിലോ അങ്ങനെ നമുക്കൊരു ഇറിറ്റേഷൻ ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടാം എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലില് ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ വരാം, ഈ ഒരു ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ടോ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുകളിൽ ഈ ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാ, ഉറവിടം എവിടെ നിന്നൊക്കെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, എങ്ങനെയൊക്കെ വരാം? ഫസ്റ്റ് തന്നേക്കണം ഇത് ബബിൾ തന്നിട്ടില്ലേ, ഒരു കുട്ടി അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാന്നാ പറഞ്ഞേക്കുന്നത്. ആ പിക്ചറിൽ അതിന്റെ ഏതൊക്കെ സോഴ്സ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ ബബിൾസിനുള്ളത് നോക്കി വെക്കാം. ഒന്നാമത്തെ നോക്കിയാൽ അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം അല്ലേ. ഇപ്പൊ നമ്മളൊരു റൂമാണെങ്കിലും അടുത്തുള്ള റൂമിലുള്ളവരിന്നോ, ഇപ്പൊ വാർഡാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യന്റിന്നോ, എങ്ങനെയായാലും മറ്റുള്ള പേഷ്യന്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഒന്നാമത്തെ സോഴ്സ് ആണ് കേട്ടോ അത് പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ദെൻ വിസിറ്റേഴ്സിൽ നിന്ന് വരാം. അതൊരു കാര്യമല്ല, നമ്മൾ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ആ നാട്ടിൽ മുഴുവനും വരും കാണാനായിട്ട്. കാര്യം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വരുന്നേ. പക്ഷേ നമുക്കൊരു ഇതായിട്ട് കിടക്കുമ്പോഴും ശരിക്കും ഇതാണെങ്കിൽ അങ്ങനെ കാണാൻ വരരുത്. അസുഖമൊക്കെ മാറിയതിനു ശേഷം വീട്ടിൽ വന്ന് കാണാം. അല്ലാതെ ഹോസ്പിറ്റലിൽ വീണ്ടും വന്ന് ആ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അസുഖം വരും അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഏതാ, വിസിറ്റേഴ്സ്. നമ്മൾ കാണാൻ വരുന്ന വിസിറ്റേഴ്സിൽ നിന്ന് വരാം. നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിസിറ്റേഴ്സ് വരാറില്ലേ, നിങ്ങൾ കാണാനായിട്ട് വരാറില്ലേ അല്ലേ? ടെക്സ്റ്റില് പിക്ചർ ക്ലിയർ അല്ലേ? ഇത് ഞാൻ പറയുന്നത് ഒന്ന് വായിക്കാൻ പറ്റുള്ളേ നോക്കൂട്ടോ. നിങ്ങൾ പിക്ചറിലേക്ക് നോക്കണ്ട, പടം വേണ്ട, സോഴ്സ് ഏതൊക്കെയാന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത് അതർ പേഷ്യൻസ്. ഓക്കെ, അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. രണ്ടാമത്തെ വിസിറ്റേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നില്ലേ, വിസിറ്റേഴ്സിൽ നിന്ന് വരാം. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ പേഴ്സൺസ്, ഹോസ്പിറ്റലിലുള്ള ആളുകളിൽ നിന്ന് വരാം. സ്റ്റാഫുകളിൽ നിന്നാണെങ്കിലും ഒക്കെ ഇൻഫെക്ഷൻ വരാം. മൂന്നാമത്തെ അടുത്തത് സർജിക്കൽ പ്രൊസീജിയർ, സർജറി ചെയ്യുമ്പോഴും ഇൻഫെക്ഷൻ വരാൻ പറഞ്ഞില്ലേ. നമ്മൾ എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ച് സർജറി ചെയ്യുമ്പോഴോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അടുത്തത് പറയാം, എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ ഉള്ള ഒരാള് നമ്മളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എയറിൽ കൂടെ ആ രോഗാണുക്കള് എയറിൽ കൂടെ നടക്കുകയും അത് ശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ വരാം, എയറിൽ കൂടെ വരാം. അടുത്ത നോക്കിയ വാട്ടർ ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഫുഡ് ഒക്കെ കഴിക്കുമ്പോഴും ഇൻഫെക്ഷൻ വരാം. ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാറില്ലേ നമുക്ക്, അതുപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ആണ് കേട്ടോ. നല്ല തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയും നമ്മൾ. അപ്പൊ വെള്ളം പ്രോപ്പറായിട്ട് തെളിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ളത്, വെള്ളം മലിനമാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് നമ്മള് നല്ല ഇതല്ലെങ്കിലും ഒക്കെ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അടുത്ത നോക്കിയേ, പേഷ്യൻസ് നോർമൽ ഫ്ലോറ. നമ്മൾ ഈ പേഷ്യൻസ് നോർമൽ ഫ്ലോറ വെച്ചാൽ നമ്മുടെ സ്വയമായിട്ടുള്ള ഈ എന്താ പറയാ മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ബോഡിയിലുള്ള
ആ ഒരു മൈക്രോ ഓർഗാനിസംസ് നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള കുറച്ച് ഓർഗാനിസം നമുക്ക് വേറെ ഡിസീസ് കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഓർഗാനിസംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, ഒരു പേഴ്സന്റെ നമ്മുടെ ബോഡിയിലുള്ള തന്നെ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ്, അങ്ങനെ അതാണ് പേഷ്യന്റിന്റെ നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അത് വേറെ ഡിസീസ് ഒന്നും ഉണ്ടാക്കില്ല, അല്ലാതെ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് വഴിയും നമുക്ക് എന്ത് വരാം, ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്ത് നോക്കിയേ, ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ. ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന്, അതൊന്ന് നോട്ട് ചെയ്ത് അവിടെ, എന്തെങ്കിലും ഒബ്ജക്റ്റുകളിൽ നിന്ന്, അതായത് നമ്മുടെ ടോയ്, നമ്മുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസം, അത് വേറൊരു നമുക്ക് ഡിസീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസം, അതാണ് പേഷ്യന്റ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതായത് നമ്മൾ ബുക്കോ അല്ലെങ്കിൽ ഡോറിന്റെ ഈ നോബില്ലേ, ഡോറിന്റെ പിടി, ഒരാൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ പിടിച്ച ഡോറിലെ ലോക്ക് നമ്മൾ വീട്ടിൽ ചെന്ന് പിടിക്കുകയാണെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ടോയ്സ്, അങ്ങനെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും, മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും കണ്ടാമിനേഷൻ വരാം. ഇതാണ് ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഡിവൈസുകൾ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ, ഉപകരണങ്ങൾ, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. കാത്തീറ്റർ അറിയാലോ, നമ്മൾ സോഫ്റ്റ് ട്യൂബ് ആണ്, അതിന്റെ ടിപ്പിലെ നീഡില് കാത്തലാബൊക്കെ യൂസ് ചെയ്യുന്ന ഇത് കാത്തീറ്റർ. അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് വരാം, ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഇത് ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഏതാ സോഴ്സ് ഏതൊക്കെയാന്ന് മനസ്സിലാക്കി വെക്കുക. എത്രണ്ണുണ്ട്, 6 എണ്ണമുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ സോഴ്സ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം, വിസിറ്റേഴ്സിൽ നിന്ന് വരാം, ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്ന് വരാം, സർജിക്കൽ പ്രൊസീജിയറിലൂടെ വരാം, എയറിൽ കൂടെ വരാം, വാട്ടർ അല്ലെങ്കിൽ ഫുഡിൽ കൂടെ വരാം, പേഷ്യൻസ് നോർമൽ ഫ്ലോറ, നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസം അതിൽ നിന്ന് വരാം. പിന്നെ നമ്മൾ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും, ഫോമിറ്റിംഗ് കണ്ടാമിനേഷൻ മറ്റുള്ള ഒബ്ജക്ട്സുകളിൽ നിന്ന് വരാം. പിന്നെ ഉപകരണങ്ങൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ, അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വരാം, ഇൻഫെക്ഷൻ വരാം. അതാണ് സോഴ്സ്. ഇനി അടുത്തത് നോക്കിയേ, who is at the risk for nosocomial infection. ഇനി ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ്, ആർക്കൊക്കെ ഇത് വരാം, അതിനൊരു ചാൻസ് ഉള്ളവര്. Who is at the risk for nosocomial infection. നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് നോക്കിയേ, those who are admitted to a healthcare facility are at the risk for contracting a HAI. For some bacteria, the risk may also depend on. Okay, those who are admitted to the healthcare facility. അപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്. സം ബാക്ടീരിയ the risk may also depend on. For ചില ബാക്ടീരിയകൾ മൂലം നമ്മൾ അത് പലതിനെയും അതിന്റെ ആ ഒരു അപകടം അത് വരാനുള്ള ഒരു സാധ്യത പലതിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഡിപ്പെൻഡ് ഓൺ എന്തൊക്കെയാണെന്ന് നോക്കിയേ, പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. അപ്പൊ ഏതാ, പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിൽ നിന്നും ഈ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഇപ്പൊ നമ്മുടെ റൂംമേറ്റ് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് വരാലോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. റിസ്ക് ഉള്ളവരാണ് കേട്ടോ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. അടുത്ത് നോക്കിയേ, ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. 70 വയസ്സില് കൂടുതലുള്ള ആളുകൾക്ക് ഈ ഇൻഫെക്ഷൻ വരാം. എന്താ കാര്യം, അവർക്കുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവാ, അല്ലെ? പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാം. അപ്പൊ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സാധ്യത കൂടുതലാണ്. Okay, age particularly if the patient is more than 70 years old. അടുത്ത നോക്കിയേ, how long
ഹൗ ലോങ് പേഷ്യന്റ് എന്നാണ് കേട്ടോ അത്. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. കണ്ടോ, ആന്റിബയോട്ടിക്സ് ദീർഘനാള് കഴിക്കുന്ന ആളുകൾക്കും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഒരു ആന്റിബയോട്ടിക് ഒരാഴ്ചത്തേക്ക് എഴുതി തന്നു, അത് നമ്മൾ അത്രയും കഴിച്ചാൽ മതി അല്ലെ, അതോടുകൂടി നിർത്തണം. പക്ഷെ ദീർഘനാളുകളായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന പേഷ്യൻസിനും ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാം. പിന്നെ whether the patient has a urinary catheter or not. അതായത് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഏതാണ് നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാലോ, അറിയാലോ നിങ്ങൾക്ക്. കുറെ നാളുകള്, ഇതിന് ലിമിറ്റ് ഉണ്ട്. കുറെ നാള് നമ്മൾ ആ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ മൂത്രം പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്യൂബ് ഇടൂലേ, ട്യൂബ് ഇടൂലേ, മൂത്രം പോകാനായിട്ട് ട്യൂബ് ഇടും. അതാണ് യൂറിനറി കത്തീറ്റർ എന്ന് പറയുന്നത്, മൂത്രം പോകാൻ ഇടുന്ന ട്യൂബ്. അപ്പൊ കുറെ ആളുകള് നമ്മൾ ആ ട്യൂബൊക്കെ ഇടുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ. പിന്നെ ലെങ്തി ICU സ്റ്റേസ്, ദീർഘനാള് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്, ഓക്കെ, ദീർഘനാള് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനും ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ whether the patient has been in a കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന്, whether the patient has been in a കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന്. പിന്നെ ഇനി ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതം, എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്കും ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് നോക്കിയേ, ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന അപകടം. ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ, നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. Who is at the risk for nosocomial infection? നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആരൊക്കെയാണ്? പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്സിന് വരാം, 70 വയസ്സിന് മുകളിലുള്ള പേഷ്യൻസിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദീർഘനാളായിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പേഷ്യൻസിന് നമ്മുടെ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാം. പിന്നെ ദീർഘനാള് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് വരാം. പിന്നെ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റിയിട്ടുള്ളവർക്ക് വരാം. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ളവർക്കും വരാം. അതിനകത്ത് നിങ്ങൾ ആ നോക്കി വെദർ ദ പേഷ്യന്റ് ഹാസ് എന്നുള്ള ഒരു എണ്ണം വ്യക്തി കളഞ്ഞത് കേട്ടോ, 2 ഹാസ് അവിടെ ഉണ്ട്, അത് വേണ്ട. വെദർ ദ പേഷ്യന്റ് ഹാസ് എ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട് എന്നുള്ളത് വേണ്ട. യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിനും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അത്രയും കാര്യങ്ങള് ശ്രദ്ധിച്ച് നോക്കാം. ഇനി അടുത്തത് ഒരു കുറച്ചും കൂടി എടുക്കാം നമുക്ക്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, നമുക്ക് എങ്ങനെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ എന്താ? പകരുക അല്ലെ, അത് പകരുന്ന രീതികൾ. ഇനി ഏതൊക്കെ രീതികളിലൂടെ ആ ഇൻഫെക്ഷൻ പകരാം? ഓക്കെ, കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ എന്നാണ് കേട്ടോ. BORNE, ഹാൻഡ് ബോൺ എന്ന് കറക്റ്റ് ചെയ്തേരെ. B ആണത്. ഹാൻഡ് ബോൺ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട്, കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് ഏതാണ് ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം, പകരാം. മോസ്റ്റ് കോമൺ, അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസ് ഏതാ? കോണ്ടാക്ട് വഴി. നമ്മൾ അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ നേരെ നമ്മൾ പിടിക്കുകയാണ്, നമ്മൾ കൈ കൊണ്ട് നേരെ കോണ്ടാക്ട് വരികയാണെങ്കിൽ അതാണ് ഏറ്റവും കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള രീതി ഏതാ? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് ഏതാ? കോണ്ടാക്ട് ആണ് അല്ലെ. നമ്മുടെ പനി ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പിടിച്ചു കഴിയുമ്പോൾ അവരുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരൂലേ, അങ്ങനെ ഒരു അസുഖമുണ്ട് കോണ്ടാക്ട് വഴി നമുക്ക് വരുന്നത്. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ആണ്, കൈ കൊണ്ടുള്ള
രീതിയാണ്. Okay, contact transmission is divided into two subgroups. Contact transmission നമുക്ക് രണ്ടാക്കി തിരിക്കാം. രണ്ട് രീതിയുണ്ട് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ പിടിക്കണം, നേരെ നമ്മൾ ടച്ച് ചെയ്യാണ്. ആ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യന്റിന് നേരെ കോണ്ടാക്ട്, അവരുമായിട്ട് നേരെ കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം. രണ്ടാമത് നോക്കിയേ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം, അതിന്റെ ഇടയിൽ ഒരു മീഡിയം ഉണ്ട്, അതുമായിട്ട് ട്രാൻസ്മിഷൻ വരികയാണെങ്കിൽ. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഏറ്റവും കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാ? കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ്. അതിന് നമുക്ക് രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഏതാണ്? ഡയറക്റ്റ് പേഷ്യന്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യണം. ഇപ്പൊ എനിക്ക് വളരെ സ്നേഹം കൊടുക്കുമ്പോൾ ഞാൻ ആതിരേനെ വന്ന് നേരെ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ ആതിരയ്ക്ക് വേഗം തന്നെ ഒരു ഷൈക്കാൻഡ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഞാൻ ആതിരയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു, ആതിരയായിട്ട് ഞാൻ കൂടുതൽ ജസ്റ്റ് ഒരാളെ കണ്ടപ്പോ ഞാൻ എടുത്തു പറഞ്ഞോളൂ കേട്ടോ. ഓരോരുത്തരെ ഇങ്ങനെ പറയാം. അപ്പൊ നേരിട്ട് ഒരു ടച്ച് വരികയാണ്, അതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. കണ്ടോ, ഡയറക്റ്റ് നമ്മള് ആ സർഫസിൽ, അതായത് ഇൻഫെക്ഷൻ ഉള്ള ആ ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കോണ്ടാക്ട് വരുന്നത്. And the physical shifting of microorganisms between a host and infected or colonized, such as when a person turned a patient. നോക്കി ഒന്ന് ശ്രദ്ധിച്ച അവിടെ. അപ്പൊ എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഡയറക്റ്റ് കോണ്ടാക്ട് വന്നെന്നാ പറഞ്ഞത് അല്ലെ. ഡയറക്റ്റ് സർഫസ്, നോക്കി, ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അപ്പൊ ആ ഒരു സർഫസിൽ നേരെ നമ്മുടെ ബോഡി കോണ്ടാക്ട് വന്ന, അപ്പോ എന്താണ്? അവിടുത്തെ മൈക്രോ ഓർഗാനിസം ഡയറക്റ്റ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് നേരെ തന്നെ എന്ത് ചെയ്യുന്നു? ആ ഷിഫ്റ്റ് ചെയ്യും നമ്മൾ ബിറ്റ്വീൻ ദ ഹോസ്റ്റ് ആയിട്ടുള്ള, ഹോസ്റ്റിൽ നിന്ന് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? നേരെ ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അത് ഏതൊക്കെ രീതിയാന്ന് നോക്കിയേ. such as when a patient turns a patient. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പേഷ്യന്റ് രോഗിയെ മാറ്റുമ്പോഴോ, അതായത് ഇൻഫെക്ഷൻ ഉള്ള ഒരാള് തന്നെ എണീക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ അയവരെ പിടിച്ചെണിപ്പിക്കുകയാണ്, നമ്മൾ കൈകൊണ്ട് നേരെ ടച്ച് ചെയ്യൂലേ, അതാണ് പറഞ്ഞേക്കുന്നത്. ഒരു വ്യക്തി പേഷ്യന്റിനെ മാറ്റുമ്പോഴോ അവരെ ഒന്ന് നമ്മൾ രോഗിയെ പരിചരിക്കുമ്പോഴോ, അത് പറയുന്നുണ്ട് gives a bath. അവരെ കുളിപ്പിക്കുമ്പോഴോ, ഇനി വയ്യ, അപ്പൊ നമ്മള് ചെന്ന് കുളിപ്പിക്കുമ്പോഴെന്തായാലും നമ്മൾ മേലത്തേക്കില്ലേ അല്ലെ, വെള്ളം ഒഴിക്കും, നേരെ നമ്മളുമായിട്ട് കോണ്ടാക്ട് വരും. ഓർ ദിസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ്, അല്ലെങ്കിൽ അവർക്കുള്ള മറ്റുള്ള പരിചരണ രീതികൾ, അതായത് ഇപ്പൊ അവർക്ക് നമ്മൾ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുവോ, നമ്മൾ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നത്, അവർക്കുടെ ഡ്രസ്സ് മാറ്റുമ്പോഴോ, അല്ലെങ്കിൽ അവരുടെ തലമുടി ജീവി കൊടുക്കുമ്പോഴോ, അങ്ങനെ എന്തായിക്കോട്ടെ, മറ്റുള്ള പേഷ്യന്റ് കെയർ ജോബ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പേഷ്യന്റ് കോണ്ടാക്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നേരെ ടച്ച് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരെ അവരുമായിട്ട് ടച്ച് ചെയ്യണം. അത് അല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ മാറ്റുമ്പോഴോ, ഇരിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കുമ്പോഴോ, അവരുടെ മറ്റുള്ള ജോലികൾ, പേഷ്യന്റ് കെയർ ജോബ്സ്, മറ്റുള്ള രോഗി പരിചരണ രീതികൾ, എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരാം. ഇനി അടുത്ത ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എങ്ങനെയാന്ന് നോക്കിയേ. ദിസ് കൺസിസ്റ്റ് ഓഫ് എ കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് വിത്ത് എ tainted എന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് എന്നുള്ള മീനിങ്, മലിനമായിട്ടുള്ള intermediate object like a contaminated instrument, needle or dressing or tainted gloves that are not changed between the patient, tainted surface by needle, dried blood that transmit hepatitis B or C. ഒന്ന് ശ്രദ്ധിച്ച അവിടെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ എന്താണ്? ഇത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴി, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വഴി, ഇപ്പൊ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് അത് അവരിൽ ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പൊ അവരെ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സിസർ, ഇപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ ഒരാളായിട്ടുള്ള അയാൾക്ക് ഉപയോഗിച്ച സെയിം കത്രിക തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരാം. ഇതാണ്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് വഴിയാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.
ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴിയാണ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ആവുന്നത്. ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് ലൈക്ക് കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ നീഡിൽ ആവാം സൂചി വഴി, അല്ലെങ്കിൽ ഡ്രസ്സിങ്സ് ആവാം, ഓർ ടൈറ്റ് ഗ്ലൗസ് മലിനമായിട്ടുള്ള ഗ്ലൗസുകൾ ദാറ്റ് ആർ നോട്ട് ചേഞ്ച് ബിറ്റ്വീൻ പേഷ്യൻസ് ഓരോ പേഷ്യൻസിനെ ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഗ്ലൗസുകൾ ചേഞ്ച് ചെയ്യണം അല്ലെ. ഇപ്പൊ സ്റ്റാഫിന്റെ കയ്യിലാണെങ്കിലും നമ്മൾ ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസ് ഉപയോഗിച്ച് അടുത്ത ആളെ നോക്കാൻ പാടില്ല അല്ലെ. അവർക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഗ്ലൗസിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. പെയിന്റ് സർഫസ് ബൈ നീഡില് നമുക്ക് മലിനമായിട്ടുള്ള ഉപരിതലങ്ങൾ വഴി ഡ്രൈഡ് ബ്ലഡ് ദാറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈഡ് ബ്ലഡിൽ കൂടിയൊക്കെ നമുക്ക് ഈ ട്രാൻസ്മിഷൻ വരാം. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പറയുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സാധാരണ 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൽ ബിയും സിയും, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ, അങ്ങനെ 5 തരമുണ്ട്. അതിൽ ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ പകരുന്നത്. അവർക്കുടെ ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വഴിയൊക്കെ ഇതാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാണ്, അത് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ട്രാൻസ്മിഷൻ വരാം. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എന്ത് ചെയ്യാം? ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. നേരെ അവരെ പിടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നേരിട്ട് കോണ്ടാക്ട് വരികയാണ്, ഡയറക്റ്റ് കോണ്ടാക്ട്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴിയോ നീഡിൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ പെയിന്റ് ആയിട്ടുള്ള ഗ്ലൗസുകൾ വഴിയോ അല്ലെങ്കിൽ ബ്ലഡ് പൊടിയോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പെയിന്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ഒബ്ജക്റ്റ് വഴിയാണ് നമ്മളിലേക്ക് ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഡയറക്റ്റും ഇൻഡയറക്റ്റും അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? എന്നാ ഇത്രയും മതി. ഇനി കൂടുതൽ എടുത്ത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ബാക്കിയിട്ട് നമുക്ക് നാളെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഇതിന്റെ കണ്ടിന്യൂസ് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മതി കേട്ടോ. ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.